മുസ്ലിം സ്ത്രീകൾക്ക് തുല്യ അവകാശം ആവശ്യപ്പെട്ട് VP സുഹറ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. ഡൽഹി ജന്തർ മന്ദിറിലാണ് സമരം. നീതി ലഭിക്കാതെ ഡൽഹിയിൽ നിന്ന് മടങ്ങില്ലെന്നും മരണം വരെ സമരം ഇരിക്കുമെന്നും VP സുഹറ 24-നോട് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. മുസ്ലിം സ്ത്രീകൾക്ക് തുല്യത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ VP സുഹറയുടെ അനിശ്ചിതകാല നിരാഹാര സമരം ജന്തർ മന്ദിറിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ VP സുഹറ നമ്മളോടൊപ്പം ചേരുകയാണ്. സമരം തുടങ്ങിയില്ലേ? തുടങ്ങി. മരണം വരെയുള്ള സമരമാണ് ഇത്. ഈ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനമാവുന്നത് വരെ ഡൽഹി വിടുന്ന പ്രശ്നമില്ല. അത് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം ഒരുപാട് കാലങ്ങളായ മുസ്ലിം സ്ത്രീകൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഒരു അറുതി വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ ഈ കാര്യം വളരെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. എത്ര കാലം ഇവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ഇത് ഇസ്ലാം മതത്തിന്റെ കാര്യമല്ല, ഒരു വ്യക്തിയുടെ കാര്യമല്ല. ഇത് ശരിക്കും മനുഷ്യാവകാശ പ്രശ്നമാണ്. ഈ മനുഷ്യാവകാശ പ്രശ്നം എന്ന നിലയിൽ തന്നെ ഇത് കണ്ടുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, നിയമം കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അത് വരുന്നതോടുകൂടി ഈ ആവശ്യങ്ങളിൽ പരിഹാരമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതല്ല ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായി ഇതൊരു ഭീഷണിയായി നിലനിർത്തുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഉപകരണമായി മാറിയിരിക്കുകയാണിത്. അതിന്റെ പ്രധാന കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഏകീകൃത സിവിൽ കോഡ് വരണമെന്നല്ല, അതിന്റെ ഇപ്പൊ ഓരോ സ്ഥലത്തേക്ക് അവർക്ക് അനുയോജ്യമായി ആരൊക്കെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരുടേതായ താല്പര്യത്തിനൊത്ത് നടത്തുന്ന ഒരു രീതിയാണ് കാണുന്നത്. അതൊക്കെ ശരിക്കും ഭരണഘടന കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരികയാണെങ്കിൽ അത് പരിഹാരമാവില്ലേ? ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പം പറയുന്നില്ല. കാരണം ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ തന്നെ അത് ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് എന്താണെന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്താണ് സംഭവം എന്ന് പോലും ഇതുവരെയും ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡിനെ പറ്റി ഒരു ചർച്ചയും നടന്നിട്ടില്ല. നമ്മളെ ആവശ്യം മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കുക എന്നുള്ളതാണ്. പ്രധാനമായും ഈ പിന്തുടർച്ചാവകാശമായാൽ സ്ത്രീകളെ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം മുത്തലാഖ് നിരോധനം അത് ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കര ആശ്വാസം നേടിയിട്ടുണ്ട്. പക്ഷെ ആ നിയമത്തിൽ ബില്ലായി പോയപ്പോൾ അതിൽ കുറെ കുഴപ്പങ്ങളുണ്ട്. താൻ മരണം വരെ ഈ സമരം തുടരുമെന്നും വിജയിക്കാതെ തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെ ഡൽഹിയിൽ നിന്നും ഒരു മടക്കമില്ല എന്നുമാണ് VP സുഹറ വ്യക്തമാക്കിയിരിക്കുന്നത്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.